അടിപൊളിയാണ്. ഇതൊക്കെ ഒരു വിസിറ്റിംഗ് ആണ്. പള്ളി ഇത് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. അങ്ങനെ ഞങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നത് എവിടേക്കാന്നല്ലേ, വേറെ എവിടേക്കും അല്ല, റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്. അതൊരു പ്ലേസാണ്. ആ ഒരു പ്ലേസിൻ്റെ പേരല്ല കേട്ടോ, അത് ആ സാധനത്തിൻ്റെ പേരാണ്. അതെന്താണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തോ. എന്താണ് നിങ്ങളുടെ മനസ്സിൽ വന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് നോക്കാമല്ലോ എത്ര പേര് ശരിയായിട്ട് ചെയ്തെന്ന്. അങ്ങനെ ഇത് ഞങ്ങളൊരു റീലിൽ കണ്ടിട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണത്. അതുകൊണ്ട് അതിന് പറ്റിയുള്ള കോസ്റ്റ്യൂംസ് ഒന്നും ഇട്ടിട്ടല്ല. ഗൈസ്, ഇതൊരു ട്രക്കിംഗ് ഏരിയ ആണെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഗൂഗിളിൽ കണ്ടു. അടുത്ത ദിവസം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു, ലൊക്കേഷൻ എടുത്തു, ഡ്യൂട്ടി കഴിഞ്ഞ് വരെ നേരെ കുക്കി. അങ്ങനെ നമ്മൾ നമ്മുടെ യെസ്, ഞാനാണെങ്കിൽ നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല ചെത്തായിട്ടാണ് വന്നിരിക്കുന്നത് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്ര പോലും നമ്മൾ ചിന്തിച്ചില്ല. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അത്രയും ചിന്തിച്ചാൽ മതി. അങ്ങനെ ഈ ട്രക്കിംഗ് പ്ലേസിലേക്ക് നമ്മൾ ഓടിക്കയറാന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഈ കയറ്റം മൊത്തം ഞങ്ങൾ ഓടിക്കയറുക കേട്ടോ ചെയ്തത്. ഇതിൽ ഞങ്ങൾ ഒരേ ഏജ് കാറ്റഗറി അല്ല, ഞങ്ങൾ പലരും പല ഏജാണുള്ളത്. അപ്പം ചിലർക്ക് ഓടാൻ പറ്റുന്നില്ല, അയ്യോ വയ്യേ വയസ്സായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി റീലെടുക്കൽ. ഈ റീൽ ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഈ ഓട്ടം എൻ്റെ ഐഡിയ ആയിരുന്നു. ഇതൊക്കെ ഓരോ റീൽസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. ആക്ച്വലി ഇതൊക്കെ എടുത്തതല്ലാതെ വലിയ കാര്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഇത് പോയിട്ട് ഏകദേശം 1 മാസമൊക്കെ ആയി. പിന്നെ അങ്ങനെ നിന്നപ്പോൾ മൂവിന് പെട്ടെന്നൊരു ഫോട്ടോ പോസ് ഓർമ്മ വന്നു. അങ്ങനെ എൻ്റെ മുടിയൊക്കെ അഴിച്ച് അവിടെ കിടത്തി അങ്ങനെ പൂവൊക്കെ വെച്ച് കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ എസ്തെറ്റിക്ക് വിട്ടിട്ടുള്ളൊരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ എസ്തെറ്റിക്കിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. അവിടം വരെ എത്തിപ്പെടാൻ കുറേ പാടുപെട്ടു. വേറൊന്നുമല്ല, ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രക്കിംഗ് ഏരിയയിലേക്ക് എത്തിയത്. അപ്പൊ ഇങ്ങനെ തുടങ്ങാല്ലേ. അങ്ങനെ തുടങ്ങി നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറഞ്ഞൊരു ചർച്ചയായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇത് ചർച്ചല്ല. ഇവിടെ ഒരു സെറമണി നടക്കാറില്ല. ഇത് അങ്ങനെ ഒരു ചർച്ച പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്നാണ് പറയുന്നത്. റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ എല്ലാം കാണാം. ഒരു ട്രാൻസ്പെറൻറ്റ് സാധനമാണ്. പക്ഷെ നമുക്ക് ഒരു സൈഡിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ അത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനായിട്ട് തോന്നും. പക്ഷെ മറ്റേ സൈഡിൽ അതൊരു സോളിഡ് സ്ട്രക്ചറായിട്ട് തോന്നും. അങ്ങനെ 2 വ്യൂ ഉള്ള സാധനമാണ്. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈൻസും ഒരു 100 ലൈൻസ് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു പിറ്റ് പ്രോജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആക്ച്വലി നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു അടിപൊളി പ്ലേസ് ആട്ടോ അത്. നമുക്ക് അവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ടിരിക്കാൻ, ഒരു ഈവനിങ് വാക്കിനൊക്കെ പോകാൻ പറ്റിയൊരു ഏരിയ ആണ്. ഞാൻ ആൻഡ്വർപ്പിലാണ്. ആൻഡ്വർപ്പിൽ നിന്ന് ഒരു 2.5 മണിക്കൂറുണ്ട് ഇങ്ങോട്ടേക്ക്. ആക്ച്വലി ഇതൊരു നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ഈ പ്ലേസ് കാണാൻ വരുന്നവരെക്കാട്ടും കൂടുതൽ ഇതിനകത്തേക്ക് ഇവിടെ വാക്കിങ്ങിന് അല്ലെങ്കിൽ ട്രക്കിങ്ങിന് വരുന്നവരാണ് കൂടുതൽ. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ആക്ച്വലി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് വാക്കിംഗ് ആണ് പറ്റുള്ളൂ, കാർ കയറത്തില്ല. അപ്പം നമുക്കതിൻ്റെ താഴെ തന്നെ ഒരു കഫേ ഉണ്ട്. കഫേ കൂൾ ഡ്രിങ്ക്സും മൊജിറ്റോസും ഒക്കെ ഉള്ള പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇവിടെ വന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ ഫോണിൽ സോങ്സൊക്കെ ഇട്ടിട്ട് അവിടെ സൺസെറ്റൊക്കെ കണ്ട് ചില്ല് എഴുത് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യുമായിരുന്നു. ആ ഒരു മൊമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നതുകൊണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ്. എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റിയ കുറേ മൊമെൻറ്റ്സാണ്. ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല അവിടെ പോയത്, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ മൊമെൻറ്റ്സാണ്. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ നല്ലൊരു മെമ്മറി ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും.